ഡാർക്ക് എനർജി എന്ന് പറയുന്ന എനർജിയാണ് ഹയസ്റ്റ്, അതായത് വൈറ്റ് എനർജി. അതെ, ഹയർ എനർജി എന്ന് പറയുന്നത് ബ്ലാക്ക് എനർജിയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പം അസുരന്മാരെ വധിക്കാൻ പോകുന്ന കൃഷ്ണനും അങ്ങനെ യുദ്ധകഥകളൊക്കെ കേട്ടിട്ടുള്ളതിൽ, അപ്പോൾ അസുരന്മാരെന്ന് പറയുമ്പോൾ ബ്ലാക്ക് എനർജി ആയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പം അത് ഹയസ്റ്റ് എനർജി ആണ്. എന്നിട്ടും വൈറ്റ് എനർജി ആയ കൃഷ്ണൻ അതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ദേവനും അസുരനും ആരാണെന്നാണ് ആദ്യം അറിയേണ്ടത്, അല്ലേ? ദിതിയുടെ പുത്രന്മാരാണ്, അതായത് ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ, അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ. സമുദ്രജലത്തിലെ ആ ക്ഷാരഗുണമുള്ള ഉപ്പാണ് സമുദ്രജലം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കട്ടുപ്പാണ്. ആ ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ പേരാണ് ദിതി. ആ ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ. പിടികിട്ടിയോ? അതിഥിയുടെ പുത്രന്മാരുണ്ട്. ആ ക്ഷാരഗുണമുള്ള ജലമാണ് സതി. ആ സതിയിൽ നിന്നും ഭഗീരഥ പ്രയത്നത്താൽ ഉയർന്ന് ആകാശത്തിലേക്കെത്തി ഭഗീരഥിയായി, മന്ദാകിനിയായി, ഇന്ദ്രാണിയായി, പുഷ്കലയായി, ഗംഗയായി, പാർവതിയായി വീണ്ടും തിരിച്ച് മണ്ണിൻ്റെ മാറിൽ, ഈ ശിവൻ്റെ മാറിലേക്ക് എത്തുമ്പോഴാണ് അത് സൗരോർജത്താൽ ആരാകുന്നത്? അതിഥിയാകുന്നത്. അതിഥിയായിട്ടാണ് ഈ മഴ ഇവിടെ എത്തുന്നത്. പാർവതി എത്തുന്നത് സതിയുടെ പുനർജന്മമായിട്ട് ആ ആഴികുണ്ഡത്തിലേക്ക് സൂര്യൻ, അതായത് ദക്ഷപ്രജാപതിയുടെ യാഗാഗ്നിയിൽ ആഴികുണ്ഡം, ആഴി എന്ന് പറഞ്ഞ സമുദ്രം എന്നാണ് അർത്ഥം, ആ ആഴികുണ്ഡത്തിൽ പതിച്ച ജലമാണ് ഇവിടെ പാർവതിയായി പുനർജനിക്കുന്നത്. ഏത് ഗുണത്തിൽ? ക്ഷീരഗുണത്തിൽ, ക്ഷാരഗുണത്തിലല്ല. ഉപ്പിൻ്റെ ഇതാണോ മഴവെള്ളത്തിന്? അല്ല, പരിശുദ്ധമായിരിക്കുന്ന ശ്രീ പാർവതിയാണ്. അതിന് രസം പോലുമില്ല, നിറമില്ല, രസമില്ലാത്ത ആ പാർവതി ഇവിടെ വന്നില്ലേ, അത് ആരുടെ ഗുണത്താലാണ്? സൗരഗുണത്താൽ വന്നെത്തുന്നതാണ് ആ ജലം. സൂര്യനാണ് അതിനെ ആഴികുണ്ഡത്തിൽ നിന്നും ഇവിടെ എത്തിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ പേരാണ് ദിതി. അതിൽ നിന്നും ജനിച്ചുയർന്ന് സൗരഗുണത്താൽ ഉയർന്ന് ഭൂമിയിലെത്തുമ്പോൾ അതിൽ നിന്ന് ജനിക്കുന്നവരാണ് സൂര്യഗുണത്താൽ, സൗരഗുണത്താൽ ജനിക്കുന്നവരാണ് സുരന്മാർ, ദേവന്മാർ. മനസ്സിലാവുണ്ടോ? ഈ സുരന്മാർ, ഈ കരയിൽ ജീവിക്കുന്ന സുരന്മാരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ അവർ എന്തു പറ്റും? മരിച്ചു പോകും. സുരന്മാർ മരിച്ചു പോകില്ലേ? നമ്മളെ പിടിച്ച് വെള്ളത്തിൽ പിടിച്ച് മുക്കി വെച്ചെന്നാലോ 3 മിനിറ്റ് കൊണ്ട് നമ്മളുടെ കാര്യം തീരുമാനമായി. അത്രയാണ് സുരന്മാരുടെ കഥ. സുരന്മാർ സൗരോർജ്ജത്തിലാണ് ജീവിക്കുന്നത്. പിടികിട്ടിയോ? അസുരന്മാരോ അവരെ പിടിച്ച് കരക്കിട്ടാൽ അവർ എന്ത് പറ്റും? അവർക്ക് വെയിലത്തിട്ടുന്നാൽ, കടലിൽ കിടക്കുന്ന മീനെ പിടിച്ച് വെയിലത്തിട്ട് എന്ത് പറ്റും? അവരുടെ ജീവൻ പോയോ? പോയി. അപ്പോൾ ഈ ബ്ലാക്ക് എനർജിയുടെ, ഡാർക്ക് എനർജിയുടെ വൈഭവത്തിൽ സമുദ്രത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന, നിവാതക ലോകത്ത് ജീവിക്കുന്ന ജീവലോകത്തെ, അതായത് ജലത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന നിവാതക വചന്മാരായിട്ടുള്ള ജീവലോകത്തെയാണ് അസുരന്മാർ എന്ന് പറയുന്നത്. അസുരന്മാർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയും? സൂര്യൻ്റെ സ്പർശമേറ്റാൽ അവർ ഇല്ലാതാകുന്നതുകൊണ്ടാണ് അസുരന്മാർ എന്ന് പറയുന്നത്. സുരന്മാരെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മക്കളാണ്. സൗരോർജ്ജത്തിൽ വിളയുന്ന, പൂക്കുന്ന, കായ്ക്കുന്ന, വളരുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവലോകവും സുരന്മാരാണ്. പിടികിട്ടിയോ? അസുരന്മാർ ഡാർക്ക് എനർജിയുടേതാണ്, ആകാശത്തിൻ്റേതാണ്. അവർക്ക് ആകാശത്തിൻ്റെ വൈഭവമാണ് അവർക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അഗ്നിയുടെ വൈഭവമാണ് വേണ്ടത്. അപ്പോൾ അസുരന്മാരും ദേവന്മാരും കണ്ടില്ലേ? 7 ലോകം അവർക്ക് കൊടുത്തിട്ടുണ്ട്, 7 ലോകം നമുക്ക് തന്നിട്ടുണ്ട്. അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം എന്ന് പറഞ്ഞ 7 സമുദ്രലോകം കൊടുത്തിട്ടുണ്ട്. 7 വൻകര നമുക്കും തന്നിട്ടുണ്ട്. പിടികിട്ടിയോ? നമ്മളുടെ ദീപമാണ്. ദീപത്തെ ജ്വലിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ വൈഷ്ണവ ശക്തി, ഈ മണ്ണിൽ ദീപം തെളിക്കുന്നത് എങ്ങനെയാണ്? ഇതിന് മാത്രമേ പെർമിറ്റുള്ളൂ. ഈ സൗരനാൽ ഊർജ്ജം ശേഖരിച്ച് ഭൂമിയിൽ അഗ്നിയെ ജ്വലിപ്പിക്കുവാനുള്ള ശേഷി ഈ വിഷ്ണുവിന് മാത്രമേ ഉള്ളൂ. ആ വിഷ്ണുവിൻ്റെ വൈഭവത്താൽ 7 വർണ്ണങ്ങളിലുള്ള 7 ഭൂഖണ്ഡങ്ങളെ ജനിപ്പിച്ച് ആ സൗരശക്തിയാൽ ജീവിക്കുന്ന നമ്മൾ സുരന്മാരാണ്. അജ്ഞതയിൽ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന, സൂര്യൻ്റെ ചൂടേറ്റാൽ, ആ അഗ്നിയേറ്റാൽ, വെളിച്ചമേറ്റാൽ മരിച്ചു പോകുന്നവരാണ് അസുരന്മാർ. പിടികിട്ടിയോ? പാതാള ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ താഴ്ന്ന സ്ഥലം എന്നാണ്, സമുദ്രലോകം എന്നാണ് അർത്ഥം. ഇപ്പോൾ അസുരന്മാരെ മനസ്സിലായോ? ഇനി നമ്മളിൽ തന്നെ അസുരന്മാരും ദേവന്മാരും ഉണ്ട്. നമ്മൾ അജ്ഞതയിലാണ് ജീവിക്കുന്നത്. അറിവ് കേട്ടാൽ നമുക്ക് പേടിയാണ്, അറിവ് കേട്ടാൽ നമുക്ക് ഭ്രാന്തളകും, ഹാലളകും, നമുക്കാരെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അസുരനാണ്. മനസ്സിലായോ? സത്യത്തെ കാണുമ്പോൾ ഭയപ്പെടുന്നവൻ അസുരനാണ്.
അവൻ്റെ പേരാണ് നിരീശ്വരവാദി. സത്യത്തിൽ നിന്ന് ജനിക്കുന്നതാണ് നാരീശ്വത്വം. നാരീശ്വരത്വത്തിലാണ് ഈ ലോകം നിൽക്കുന്നത്, ഐശ്വര്യമുള്ള അവസ്ഥയിൽ. അസത്യത്തിൽ നിന്ന് ജനിക്കുന്നതാണ് നിരീശ്വരവാദികൾ. പിടികിട്ടിയ അതാണ് ദേവനും അസുരനും എന്ന് പറയുന്നത്. നമ്മളിൽ തന്നെയുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അജ്ഞത കൊണ്ടാണെങ്കിൽ നമ്മൾ അസുരനാണ്. നമ്മൾ ആരെങ്കിലും കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലൊരു ആസുരികതയുള്ളത് കൊണ്ടാണ്. ആസുരികതയെ വധിക്കുന്ന ഒരു ആയുധമുണ്ട്. അറിയോ എന്താന്ന്? ആസുരികതയെ വധിക്കുന്ന ആയുധം, അജ്ഞതയെ നിഗ്രഹിക്കുന്ന, അന്ധകാരത്തെ കറ്റുന്ന, ആസുരികതയെ നിഗ്രഹിക്കുന്ന, അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആയുധം. അത് അക്ഷരമാണ്. അതാണ് അജ്ഞതയെ നിഗ്രഹിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അജ്ഞതയെ നിഗ്രഹിക്കേണ്ടത്? നമ്മളിൽ അജ്ഞതയെ നിഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് സുരനാകാൻ പറ്റുള്ളൂ, ദേവനാകാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് സുരനാണ്, അകത്ത് നമ്മൾ അസുരനാണ്. നമ്മളുടെ അകത്തും നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ, ജ്ഞാനം കിട്ടണമെങ്കിൽ, നമ്മൾ ആ പ്രകാശത്തിൽ നമുക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയണമെങ്കിൽ, നമ്മളൊരു ആത്മീയവാദി ആവണമെങ്കിൽ നമ്മളുടെ അകത്തും ആരുണ്ടാവണം? വെളിച്ചം ഉണ്ടാവണം, അല്ലേ? ഇപ്പം ക്ലിയറാണോ? ഇതാണ് ദേവനും അസുരനും. നമ്മളുടെ പ്രവൃത്തി കൊണ്ടും നമ്മളുടെ വാക്കുകൊണ്ടും നമ്മളുടെ മനസ്സുകൊണ്ടും നമ്മൾ ദേവപഥത്തിലേക്ക് ഉയരണം. അതാണ് ആത്മീയവാദി. അറിവ് കൊണ്ടായിരിക്കും ചരിക്കുന്നത് ആത്മീയവാദി.